വാർത്തയിലേക്ക്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന ആർ ശ്രീലേഖയുടെ അന്ത്യശാസനം. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. MLA ഓഫീസ് തനിക്ക് വേണമെന്നാണ് ശ്രീലേഖയുടെ ആവശ്യം. വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്ന് VK പ്രശാന്ത്. അശ്വിൻ ഡിയോഗയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, എന്താണ് ഇപ്പോൾ ശ്രീലേഖ ഇത്തരത്തിലൊരു അന്ത്യശാസനം നൽകാൻ കാരണം? എന്താണ് ശ്രീലേഖ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? ആര്യ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കിയതിനു ശേഷം CPM-ന് ആദ്യ പണി കൊടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മുൻ മേയർ കൂടിയായിട്ടുള്ള MLA VK പ്രശാന്തിനോട് MLA ഓഫീസ് ഒഴിയണം എന്നുള്ളതാണ് കൌൺസിലറായ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി ഫോൺ വിളിച്ചാണ് ശ്രീലേഖ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസിലെ കെട്ടിടം ഒഴിഞ്ഞു നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ MLA-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തനിക്ക് ആ കെട്ടിടം വേണം, കാരണം തനിക്ക് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ MLA എത്രയും വേഗം അവിടെ നിന്ന് മാറി നൽകണം എന്നൊരു ആവശ്യമാണ് ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ തനിക്ക് 3 വർഷം, അതായത് 3 മാസത്തേക്ക് കൂടി കരാർ ബാക്കിയുണ്ട്. വാടക കരാർ പ്രകാരം അല്ലെങ്കിൽ തന്റെ ടേം അനുസരിച്ച് ഇനി 3 മാസം കൂടി ബാക്കിയുണ്ട്. 3 മാസം കഴിയാതെ മാറില്ല എന്ന് താൻ മറുപടി നൽകിയതായി VK പ്രശാന്ത് MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മറുചോദ്യമായി ആർ ശ്രീലേഖ ചോദിച്ചിരിക്കുന്നത് അടുത്ത വർഷം വീണ്ടും ഈ 3 മാസം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് വീണ്ടും MLA ആയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ് തിരിച്ച് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ സജീവ പേരായിരുന്നു ആർ ശ്രീലേഖ എന്നുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ മേയർ സ്ഥാനത്തിന് പകരം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിത്വം നൽകാം എന്നൊരു ധാരണയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള ഒരു പോരാട്ടമായി ഇതിനെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ ഈ കൌൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിൽ MLA-ക്ക് ആ ഓഫീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ BJP-ക്ക് സ്വാധീന കൂടുതലുള്ള കൌൺസിൽ യോഗത്തിൽ MLA ഓഫീസ് ഒഴിയണമെന്ന് കൌൺസിൽ ആവശ്യപ്പെട്ടാൽ MLA-ക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ BJP പിടിച്ചതിന് പിന്നാലെ ആദ്യ പണിയായി മുൻ മേയർക്ക് തന്നെ ഓഫീസ് ഒഴിയണമെന്ന് ഇപ്പോൾ ഒരു കൌൺസിലർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒഴിയില്ല എന്ന് MLA-യും നിലപാടെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരത്തിൽ BJP CPM നേതാക്കളെ ഏതൊക്കെ രീതിയിൽ അവരോട് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ, അങ്ങനെ ഒരു നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ആര്യ, അശ്വിൻ, അതായത് ഇത്തരത്തിലൊരു MLA-യുടെ MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടാനുള്ള സാങ്കേതികത്വം അത് ഈ കൌൺസിലർക്ക് അധികാരപരമായി ഉണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അതായത് VK പ്രശാന്തിന് ഈ ഒരു ഓഫീസ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ കൌൺസിൽ യോഗത്തിലാണ്. കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ നമുക്കറിയാവുന്നതാണ്. ഈ യോഗത്തിൽ അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു CPM-നാണ്. അതുകൊണ്ട് തന്നെ CPM-ന് നിലവിൽ VK പ്രശാന്തിന് MLA കെട്ടിടം അത് വാടകയ്ക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഏതാണ്ട് 8,000 രൂപയാണ് ഈ കോർപ്പറേഷനിലെ ഈ ഒരു കെട്ടിടത്തിന് വാടകയായി നൽകേണ്ടത് പ്രതിമാസം. അത് കൃത്യമായി തന്നെ കൊടുക്കുന്നുമുണ്ട്. ഈ ടേം അവസാനിക്കാൻ ഇനി 3 മാസം കൂടിയുണ്ട്. VK പ്രശാന്ത് MLA എന്നുള്ള നിലയിൽ 3 മാസം കൂടി ടേം അവസാനിക്കാനുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആർ ശ്രീലേഖയുടെ ഓഫീസ് അതിനടുത്ത് തന്നെയാണ്. തനിക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സൗകര്യം MLA-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇത് മാറിത്തരണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നതും സാങ്കേതികമായി ഈ ഒരു വിഷയത്തിൽ MLA-യോട് ആവശ്യപ്പെടാൻ കഴിയില്ല എങ്കിൽ പോലും നിലവിലിപ്പോൾ BJP-യുടെ അധികാരത്തിൽ BJP-യുടെ അംഗബലം കൂടുതലുള്ള കൌൺസിൽ യോഗത്തിൽ MLA ഒഴിയണം എന്നൊരു തീരുമാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ MLA-ക്ക് സ്വാഭാവികമായും ആ കെട്ടിടം മാറിക്കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പകരം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് MLA ഓഫീസ് മാറ്റേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷെ അതിന് തയ്യാറല്ല. തന്റെ വാടക കരാർ പ്രകാരമുള്ള 3 മാസം, അതായത് തന്റെ MLA ടേം ആയിട്ടുള്ള 3 മാസം കൂടി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ താൻ അവിടുന്ന് മാറൂ എന്നൊരു നിലപാടിലാണ് VK പ്രശാന്തും ഉള്ളത്. എന്തായാലും തലസ്ഥാനത്ത് പുതിയ BJP കോർപ്പറേഷൻ ഭരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീലേഖയുടെ അന്ത്യശാസനം വന്നിരിക്കുന്നത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്നാണ് ശ്രീലേഖയുടെ അന്ത്യശാസനം. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. MLA ഓഫീസ് തനിക്ക് വേണമെന്നാണ് ഇപ്പോൾ ശ്രീലേഖ ആവശ്യം ഉന്നയിക്കുന്നത്. പക്ഷേ വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്നാണ് VK പ്രശാന്ത് പറയുന്നത്. അശ്വിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.